Welcome to semester 4 class BSc Complementary Physics 14th lecture, semester 4, and this is the quantum mechanics chapter lecture number 3. Today we see the famous equation, Schrodinger equation. Schrodinger equation, you note the spelling, Schrodinger, Schrodingar. And when we write Schrodinger, there are two dots just above O, Schrodinger. SHRO ഒയുടെ മുകളിൽ രണ്ട് കുത്തിടാറുണ്ട് സാറിന്. നമ്മളിവിടെ അങ്ങനെ കുത്തിയിട്ടില്ല, പക്ഷെ നമ്മളത് ടൈപ്പ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷെ ഇവിടെ അത് വന്നിട്ടില്ല. അപ്പോൾ ഒയുടെ മുകളിലായിട്ട് കുത്തിടാറുണ്ട്. കുത്തിടുന്നതാണ് രീതി. ഇങ്ങനെ എഴുതാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഒരു ഇക്വേഷനാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ രണ്ട് ഫോമുണ്ട്. ഒന്ന് TDSE, രണ്ടാമത്തെ TISE. TDSE എന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. രണ്ടാമത്തത് TISE, ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ, ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഏതെങ്കിലും രണ്ട് SI ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. 15 മാർക്കിൽ ചോദ്യങ്ങൾ രണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, നമുക്ക് പഠിക്കാവുന്നതുള്ള ഈസിയാണ്. അപ്പോൾ രണ്ട് ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോമുകളുണ്ട്. ഒന്ന് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ, രണ്ടാമത്തെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഓരോന്ന് പറയാൻ പോവുകയാണ്. ഒരു ക്ലാസ്സിൽ നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് പറയും, അടുത്ത ക്ലാസ്സിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് പറയും. രണ്ടും ഇമ്പോർട്ടൻറ്റ് SI ആണ്. ഇത് ക്വാണ്ടം മെക്കാനിക്സിലെ മൂന്നാമത്തെ ലെക്ചർ. So you say Schrodinger equation. This equation is a method to find wave function for the dynamical state of a particle. It was formulated by Erwin Schrodinger in 1926. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ, ഒരു ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലുള്ള പാർട്ടിക്കിളിൻ്റെ ഡൈനാമിക്കൽ സ്റ്റേറ്റ്, അതിൻ്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, മൊമെൻറ്റം, ടോട്ടൽ എനർജി ഒക്കെ കണ്ടുപിടിക്കാൻ. ഡൈനാമിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ചലിക്കുകയാണെങ്കിൽ, മോഷനിലാണെങ്കിൽ അതിന് കൈനറ്റിക് എനർജി കാണാം, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകാം, ടോട്ടൽ എനർജി ഉണ്ടാകാം, മൊമെൻ്റ് ഒക്കെ ഉണ്ടാകാം. ഇതെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇക്വേഷനാണ്. ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ അതിൽ നിന്ന് ഇവയെല്ലാം കണ്ടുപിടിക്കാം. അതിനെ ഡൈനാമിക്കൽ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, പാർട്ടിക്കിളിൻ്റെ ഡൈനാമിക്കൽ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി 3 ഡയമെൻഷണൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി, അതായത് സെക്കൻഡ് ഓർഡർ പവറാണ് വരുന്നത്. സെക്കൻഡ് ഡിഗ്രി 3 ഡയമെൻഷണൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. സോ ദിസ് ഇക്വേഷൻ ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ്. ഒരു മെത്തേഡാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡൈനാമിക്കൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഡൈനാമിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം, എനർജിയൊക്കെ ബന്ധപ്പെട്ട സ്റ്റേറ്റ്. ദിസ് ഇക്വേഷൻ ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് വേവ് ഫംഗ്ഷൻ ഫോർ ദി ഡൈനാമിക്കൽ സ്റ്റേറ്റ് ഓഫ് എ പാർട്ടിക്കിൾ. ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ബൈ എർവിൻ ഷ്രോഡിംഗർ ഇൻ 1926. അപ്പോൾ ഇത് ഫോർമുലേറ്റ് ചെയ്തത്, ഇത് എഴുതിയത് ഷ്രോഡിംഗറാണ്. മുഴുവൻ പേര് ഇർവിൻ ഷ്രോഡിംഗർ, 1926. ഇപ്പോൾ ഡൈനാമിക്കൽ സ്റ്റേറ്റ് മനസ്സിലായില്ലേ? ഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിന്, ഇപ്പോൾ ചലിക്കുന്ന പാർട്ടിക്കിളാണെങ്കിൽ അതിന് കൈനറ്റിക് എനർജി കാണും, പൊട്ടൻഷ്യൽ എനർജി കാണും, മൊമെൻറ്റ് P=mv കാണും, ടോട്ടൽ എനർജി E = K+U, Ke പ്ലസ് പൊട്ടൻഷ്യൽ എനർജി Ke+V കാണും. ഇവയെല്ലാം കണ്ടുപിടിക്കുന്നതിന് ഒറ്റ ഇക്വേഷൻ മതിയാകും. ആ ഒരൊറ്റ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ. ഇത് രണ്ട് ഫോം ഉണ്ട് കേട്ടോ. ഷ്രോഡിംഗർ ഇക്വേഷൻ രണ്ട് ഫോം ഉണ്ട്. ഒന്ന് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ, രണ്ടാമത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഒന്നാമത്തെ ഫോമിന് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ, ടൈം, അതിനകത്ത് ടൈം കാണും, T എന്നുള്ള ടൈം കാണും. രണ്ടാമത്തെ ടൈം ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ആദ്യം പറയുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. അത് നമ്മൾ കംപ്ലീറ്റ് നീട്ടി പറയുന്നതിന് പോലെയാണ് TDSE എന്ന് ചുരുക്കി എഴുതുന്നത്. ഫുൾ ഫോം ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ, TDSE. എന്താണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഫോം ഓഫ് ഷ്രോഡിംഗർ ഇക്വേഷൻ? ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോം ഓഫ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഈസ്, ഇതാണ് ഇക്വേഷൻ. ഇത് കാണാതെ പഠിക്കേണ്ട ഇക്വേഷനാണ്. അപ്പോൾ ആദ്യം കാണുമ്പോൾ അല്പം പ്രയാസം തോന്നാം, പക്ഷേ നമ്മൾ ഇത് അങ്ങോട്ട് കുറച്ചങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ബൈഹാർട്ടായിട്ട് വരും.
ഐ എച്ച് കട്ട് h/2 പൈ ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, പാർഷ്യൽ ടൈം ഡെറിവേറ്റീവ് ആണ് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറയുന്നത്. സൈ ആണ് വേവ് ഫംഗ്ഷൻ, അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് ആണ് LHS. ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് h/2/2m del സ്ക്വയർ സൈ പ്ലസ് വി സൈ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ടൈമുണ്ട്. ആ ഫസ്റ്റ് ടൈമിൽ LHSൽ ആ ടി താഴെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ TDSE എന്ന് പറയുന്നത്. സോ TDSE ഈസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് h/2/2m del സ്ക്വയർ സൈ പ്ലസ് വി സൈ. I will read it once again. I h cut dou psi by dou t is equal to minus h cut square by 2m del square psi plus v psi. What is the meaning of the symbol, or what are the symbols? Where psi is wave function. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് psi wave function ആണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് h cut h/2 എന്ന് പറയും, 2π എന്ന് പറയും. h അറിയാലോ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. അപ്പോൾ h/2π എടുക്കുമ്പോൾ നമുക്ക് അതൊരു 1.055 ഇൻറ്റു 10⁻⁻34 എന്ന് വരും. എച്ച് കട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് 1.055 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് എന്നാണ്. അത് നമുക്ക് പുറകെ എഴുതുന്നുണ്ട് നമ്മൾ. അപ്പോൾ എച്ച് കട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? എച്ച് കട്ടിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എച്ചിനെ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും, എച്ച് കട്ടിനെ റെഡ്യൂസ്ഡ് REDUCED റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. എ മാസ് ഓഫ് പാർട്ടിക്കിൾ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഡെൽ സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് ലെപ്ലേഷൻ ഓപ്പറേറ്റർ, ഡെല്ലിനെ വിളിക്കുന്ന പേരാണ് ഡെൽ ഓപ്പറേറ്റർ. ആ ത്രികോണം ഡെൽറ്റ പോലെയുള്ള സിമ്പിൾ മറിച്ചെഴുതുന്നതാണ് ഡെൽ എന്ന് പറയുന്നത്. ഡെൽ സ്ക്വയർ ഈസ് ഡെൽ ഡോട്ട് ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്റർ സെക്കൻഡ് ഡിഗ്രി ഓപ്പറേറ്റർ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ. ഇറ്റ് ഈസ് കോൾഡ് ലെപ്ലേഷൻ ഓപ്പറേറ്റർ. ഡെൽ സ്ക്വയർ ഈസ് കോൾഡ് ലെപ്ലേഷൻ ഓപ്പറേറ്റർ. LAPLACIAN. വി പൊട്ടൻഷ്യൽ ഓഫ് ദി ഫംഗ്ഷൻ. അപ്പോൾ ഇക്വേഷൻ മനസ്സിലായാലോ? ഇക്വേഷൻ ഇപ്പോഴേ കാണാതെ പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് h കട്ട് സ്ക്വയർ ബൈ 2m del സ്ക്വയർ സൈ പ്ലസ് വി സൈ. ഇനി അതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക കേട്ടോ. ഡെറിവേഷൻ ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏത് പുസ്തകം വേണമെങ്കിലും വായിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മോസ്റ്റ് സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്ന രീതിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഡെറിവേഷൻ. The wave function in terms of energy and momentum of a particle can be written in the form psi is equal to a e raised to minus I by h cut et minus p. Question number 1. നമ്മുടെ വേവ് ഫംഗ്ഷന് രണ്ട് ഫോം പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഒരു ഒമേഗ വിയിലുള്ള ഫോം, രണ്ടാമത്തെ EP-യിലുള്ള ഫോം. ആ രണ്ടാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം ലാഭമുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് ചിലതിനകത്ത് ആദ്യം അവർ മറ്റേ ഫംഗ്ഷൻ എഴുതും, അതിൽ നിന്ന് ഇതിലേക്ക് വരുന്ന പ്രൂഫ് എഴുതും, എന്നിട്ടാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് വരുന്നത്. ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ പറയും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രൂഫ് കൂടി എഴുതിയിട്ട് ഈ സെക്കൻഡ് ഫോമിലേക്ക് വരും, എന്നിട്ട് അവിടെ നിന്നാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ പ്രൂഫിലേക്ക് വരുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ആ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ വേവ് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഫോം കൊണ്ട് വിചാരിച്ചിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ കുറേ ലാഭമുണ്ട്. psi is equal to a e raised to minus I by h cut et minus px. That is equation number 1, which is the wave function. Where E is the total energy and P momentum. Differentiating with respect to x. അപ്പോൾ ഈ കാണുന്ന ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ആ ഫംഗ്ഷനെ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ടൈമിന് 1 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതാണ് രീതി. ആ മുകളിൽ കാണുന്ന ഫംഗ്ഷനെ ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ടൈമിന് 1 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നോക്കി, ഇതെല്ലാം
പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്, പാർഷ്യൽ. അപ്പോൾ എക്സിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടൈമിൻ്റെ ടൈം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടൈമിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിന് ഡെറിവേറ്റീവ് ഇല്ല, 0 വരിക, കാരണം എക്സിൻ്റെ ടൈമെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ സൈ ബൈ ഡോ ടി, ഡോ സൈ ബൈ ഡോ എക്സ് വായിക്കാൻ പഠിക്കുക. ഡോ സൈ ബൈ ഡോ എക്സ്, ഡോ അറിയാമല്ലോ, ഡി ഇടത്തോട്ട് ചരിച്ചിടണം. ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സ് ഇൻറ്റു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു മൈനസ് പി. അത് മനസ്സിലായില്ലേ? നമ്മളൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ അതേപടി റിപ്പീറ്റ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇ റൈസ് ടു കെ എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആദ്യം ഇ റൈസ് ടു കെ എക്സ് എന്ന് തന്നെ പറയും, പിന്നെ കെ എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതായത് കെ. ഇപ്പോൾ കെ ഇ റൈസ് ടു കെ എക്സ് എന്ന് പറയും. ഞാൻ പറഞ്ഞത് എന്താണ്? ഇ റൈസ് ടു കെ എക്സിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ സൈ ഈക്വൽ ഇ റൈസ് ടു കെ എക്സ് ആണെങ്കിൽ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ കെ ഇ റൈസ് ടു കെ എക്സ്, അങ്ങനെ ഒരു കെ മുന്നോട്ട് വരും. അതേപോലെ ഇവിടെ ആ ഇക്വേഷൻ 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആ ടൈം അതുപോലെ വന്നിട്ട് പിന്നെ പവർ ചെയ്യണം. പവർ ചെയ്യുമ്പോൾ എന്താണ്? ടൈമിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിന് ഡെറിവേറ്റീവ് ഇല്ല. പിന്നെ എക്സിൻ്റെ ടൈമാണ് ഉള്ളത്, അത് മൈനസ് ഐ ബൈ എച്ച് കട്ട് പി എക്സ്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു മൈനസ് പി എന്നുള്ള ടൈം വരും, ജനറേറ്റ് ചെയ്യും. അതാണ് അവസാനം എഴുതിയിരിക്കുന്നത്. എനിക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എക്സിന് ചെയ്യുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻറ്റ് ചേർത്ത് എഴുതണം. ടൈമിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 0 ആണ്, കാരണം ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷനാണ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ നിങ്ങൾ പിന്നെ നിങ്ങളുടെ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ആ മൈനസ് ടു മൈനസ് ലാസ്റ്റ് ടൈം ഉണ്ടല്ലോ, അത് പ്ലസ് ആയിട്ട് മാറും. അത് ഫ്രണ്ടിൽ കൊടുത്ത് എഴുതി. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സിനെ നമ്മൾ എക്സിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈ ഐ പി ബൈ എച്ച് കട്ട് എന്നുള്ള ടേം ജനറേറ്റ് ചെയ്യും, അത് മുന്നിലെഴുതും. വീണ്ടും ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വീണ്ടും ഐ പി ബൈ എച്ച് കട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഐ പി ബൈ എച്ച് കട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അടുത്ത ടൈമിൽ. ഫർദർ ഡിഫറൻഷ്യേറ്റിംഗ്, അത് നമ്മൾ ഫർദർ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഫർദർ ഡിഫറൻഷ്യേറ്റിംഗ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞ പോലെ ഐ പി ബൈ എച്ച് കട്ട് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് സ്ക്വയറായിട്ട് മാറും, എ ഇൻറ്റു ഐ പി ബൈ എച്ച് കട്ട് സ്ക്വയർ, കണ്ടോ, അതിൽ സ്ക്വയറായിട്ട് മാറി. ഒരിക്കൽ കൂടി ഐ പി ബൈ എച്ച് കട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സ്ക്വയർ ടേം ആയിട്ട് അവിടെ കൊടുത്തത്. ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സ് എന്ന് എഴുതി. ഈ ആ സ്റ്റെപ്പിലെ എയും ഐ പി ബൈ എച്ച് കട്ട് സ്ക്വയർ ഒഴിവാക്കി ബാക്കി വായിച്ചാൽ എ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സ് എന്ന് വരും. അതെന്താണ്? അത് സൈ ആണത്, സൈ നമ്മുടെ വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് സൈ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ പി ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ എന്ന് പറയും. കാരണം സൈ എന്ന് പറയുന്നത് എ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സ് ആണ്. പി ഇൻറ്റു എക്സ് ഉണ്ട്, പി ഇൻറ്റു എക്സ് ആണ്, ഇ ഇൻറ്റു ടി, സഫിക്സ് ഒന്നുമില്ല ഇവിടെ. സോ ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ പി ബൈ എച്ച് കട്ട് ഹോൾ സ്ക്വയർ ഇൻറ്റു സൈ. അടുത്ത സ്റ്റെപ്പ് ഓരോ ടേമും സ്ക്വയർ വെച്ചിരിക്കുകയാണ്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ ഇസ് ഐ സ്ക്വയർ പി സ്ക്വയർ ഈക്വൽ ടു ഐ സ്ക്വയർ പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ. എച്ച് കട്ടിനെ എച്ച് ക്രോസ് എന്ന് വിളിക്കുന്നുണ്ടോ ചിലർ, എച്ച് ക്രോസ്. എച്ച് കട്ട് ഈസ് ഓൾസോ റെഡ് ആസ് എച്ച് ക്രോസ്. ഈ ഐ സ്ക്വയർ -1 ആണെന്ന് അറിയാമല്ലോ, നമ്മുടെ ഇമാജിനറി നമ്പർ -1 അതങ്ങോട്ട് കൊടുത്ത് ഐ സ്ക്വയർ -1 കൊടുക്കുമ്പോൾ നമുക്ക് മൈനസ് പി സ്ക്വയർ എന്ന് വരും. -1 ഇൻറ്റു പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ പി സ്ക്വയർ സൈ കാരണം അതിന് എച്ച് കട്ട് സ്ക്വയർ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. That is p square psi is equal to minus h cut square dou square psi by dou square. Equation number 2. അപ്പോൾ ഇത്രയും ചെയ്ത് മനസ്സിലായല്ലോ. നമ്മൾ വേവ് ഫംഗ്ഷൻ ഇയിലും പിയിലും ഉള്ളത് എഴുതിയിട്ട് ആ ഫംഗ്ഷനെ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത്
റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് പി സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ എന്ന് കിട്ടും. വാട്ട് വി ഹാവ് ഡൺ ഹിയർ ഈസ് വി ഡിഫറൻഷിയേറ്റ് ദ വേവ് ഫംഗ്ഷൻ ടോയ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് and we find p square psi, then we get a p square psi as minus h cut square dou square psi by dou square. Question number 2. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ആ വേവ് ഫംഗ്ഷനെ നമുക്ക് ടൈമിന് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. Now differentiate one with respect to t, that is dou psi by dou t equal to, അപ്പോൾ ചെയ്യുമ്പോൾ ടൈമാണ് വേരിയബിൾ, എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള ടേമെല്ലാം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ഐ ഇ ബൈ എച്ച് കട്ട് ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സ്. ആ എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സ് സൈ ആണല്ലോ, അവിടെ സൈ എന്ന് കൊടുക്കുക. ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ സൈ. അതിൽ ഈ സൈ കാരണം ഈ സൈ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് ബൈ ഐ ഡോ സൈ ബൈ ഡോ ടി. ആ 1/i മൈനസ് ഐ ആണല്ലോ, 1/i ഈസ് മൈനസ് ഐ. അപ്പോൾ അത് മുകളിൽ കൊണ്ടിൽ ഒരു പ്ലസ് ഐ ആയിട്ട് 1/i മൈനസ് ഐ ആണ്. ഇപ്പോൾ മുകളിൽ മൈനസ് ഐ എഴുതാം, മൈനസ് ഐ ഇൻറ്റു മൈനസ് 1, അപ്പോൾ നമുക്ക് പ്ലസ് ഐ കിട്ടും. ദാറ്റ് ഈസ് ഈ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്തത് വേവ് ഫംഗ്ഷനെ ടൈമിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇ സൈ എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കും. ഇ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എന്നാണ്. ഇക്വേഷൻ നമ്പർ 3. ആദ്യം നമ്മൾ പി സ്ക്വയർ സൈ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 2. ഇപ്പോഴാണ് ഇ സൈ കണ്ടത്. ഇനി എങ്ങനെയാണ് ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, കണക്ട് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ടോട്ടൽ എനർജി എന്നുള്ള ടേം വിചാരിക്കണം. ടോട്ടൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ഇ ഈസ് ഈക്വൽ കെ പ്ലസ് വി. ടോട്ടൽ എനർജി ഈസ് കെ പ്ലസ് വി, വേർ കെ ഈസ് ദ കൈനറ്റിക് എനർജി ആൻഡ് വി ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി. അതങ്ങോട്ട് വിചാരിക്കണം. എന്നിട്ട് അതിന് രണ്ട് സൈഡിലും അപ്പോൾ ആ കെയുടെ വാല്യൂ ഹാഫ് എം വി സ്ക്വയർ എന്ന് കൊടുക്കാം. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്, അതിനെ പി സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കാം. കൈനറ്റിക് എനർജിയുടെ രണ്ട് ഇക്വേഷനാണ് ഈ ഹാഫ് എം വി സ്ക്വയറും പി സ്ക്വയർ ബൈ 2ഉം. എന്നിട്ട് ഒന്നാണല്ലോ, നോക്കി ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. കെ ഈസ് ഹാഫ് എം വി സ്ക്വയർ ഇസ് പി സ്ക്വയർ ബൈ 2ഉം. അതെങ്ങനെ കിട്ടുന്നത്? ഹാഫ് എം വി സ്ക്വയറിനെ താഴെ മുകളിലും എം കൊണ്ട് വിളിച്ചാൽ മതി. മുകളിൽ എം സ്ക്വയർ വി സ്ക്വയർ, താഴെ 2m എന്ന് കിട്ടും. എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ആണ്, പി എം വി ആണല്ലോ. അതുകൊണ്ട് അതിൽ ഓർക്കണം, കൈനറ്റിക് എനർജിയെ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ പി സ്ക്വയർ ബൈ 2 എന്ന് പറയാം. പി സ്ക്വയർ എം വി ഹോൾ സ്ക്വയർ, ഒരു എം വെട്ടിപ്പോട്ട് ഹാഫ് എം വി സ്ക്വയർ കിട്ടുകയും ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ മറ്റൊരു സുപ്രധാന ഫോമാണ് പി സ്ക്വയർ ബൈ 2m. ഹാഫ് എം വി സ്ക്വയർ പോലെ തന്നെ അറിയപ്പെടുന്ന ടേമാണ് പി സ്ക്വയർ ബൈ 2m. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ പി സ്ക്വയർ ബൈ 2m പ്ലസ് വി, എ പ്ലസ് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടോട്ടൽ എനർജി ഇക്വേഷനെ നമ്മൾ രണ്ട് സൈഡിലും പിന്നെ സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ബൈ സൈ ഓൺ ഐദർ സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈ സൈ ലെഫ്റ്റ് സൈഡിൽ, ആ റൈറ്റ് സൈഡിൽ പി സ്ക്വയർ ബൈ 2m സൈ പ്ലസ് വി സൈ. അപ്പോൾ എൽ എച്ച് എസിൽ ഈ സൈ ഉണ്ട്, ആർ എച്ച് എസിലെ ഫസ്റ്റ് ടൈം പി സ്ക്വയർ സൈ ബൈ 2m ആണ്, പിന്നെ വി സൈ എന്ന് കിട്ടും. ഇനി നമ്മൾ പി സ്ക്വയർ സൈ ഇക്വേഷൻ നമ്പർ 2ലും പിന്നെ അതുപോലെ തന്നെ ഈ സൈ അടുത്ത ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച ആ പി സ്ക്വയർ സൈയും ഈ സൈയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പുട്ട് പി സ്ക്വയർ സൈ ആൻഡ് ഈ സൈ ഫ്രം ഇക്വേഷൻസ് 2 and 3. ഇക്വേഷൻ 2ൽ നിന്നും 3ൽ നിന്നും പി സ്ക്വയർ സൈയും ഈ സൈയും ഇവിടെ എടുത്തെഴുതുക. അപ്പോൾ ഈ സൈ അത് ഐ എച്ച് ഡോ സൈ ബൈ ഡോ ടി, അപ്പുറത്ത് 1/2 മാറ്റിയിട്ട് പി സ്ക്വയർ സൈ ഈസ് വാട്ട് മൈനസ് എച്ച് കട്ട് സ്ക്വയർ. ആ എച്ച് കട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടുള്ളൂ, മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് വി സൈ. അത് ഗുണിച്ച് പറയാണ്. ദാറ്റ് ഈസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ
by 2m dou square psi by dou square plus v psi. Next number of the equation, number 5. And you see, ഇത് ഷോർഡിഞ്ചർ ഇക്വേഷൻ ആണ്. ദിസ് ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷോർഡിഞ്ചർ ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇത് വൺ ഡയമെൻഷനിലെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷോർഡിഞ്ചർ ഇക്വേഷൻ ആണ്. TDSE ആണ്. ഇത് 3ലേക്ക് മാറ്റണം. 3ലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ആ ഡോ സ്ക്വയർ ബൈ ഡോ സ്ക്വയറിന് പകരം ഡെൽ സ്ക്വയർ കൊടുക്കണം. ഡെൽ സ്ക്വയർ ആണ് 3 ഡയമെൻഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ആ മോളിക്കാണ് ഇക്വേഷൻ നമ്പർ 4 അല്ലേ, 4. അത് 1 ഡയമെൻഷണൽ ഷോർഡിഞ്ചർ ആണ്. അതിന് 3 ഡയമെൻഷൻ ആക്കാൻ വേണ്ടി നമ്മൾ ആ ഡോ സ്ക്വയർ ബൈ ഡോ സ്ക്വയറിനെ ഡെൽ സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ ഡെൽ സ്ക്വയർ സൈ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ റീപ്ലേസ് ചെയ്താണ് അടുത്ത് കാണിക്കുന്നത്. Therefore, time-dependent Schrodinger equation 3 dimension is I h cut dou psi by dou t is equal to minus h cut square by 2m del square psi plus v psi. Equation number 5. This is TDSE. ഇതിനെയാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് പ്രൂഫ്. അപ്പോൾ പ്രൂഫ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി അത് ഒന്ന് ഓർപ്പിക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ആദ്യം വേവ് ഫംഗ്ഷൻ നമ്മൾ ഇയിലും പിയിലും പറയും. അതിനെ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ പി സ്ക്വയർ സൈ കണ്ടുപിടിക്കും. പിന്നീട് അതേ വേവ് ഫംഗ്ഷനെ ടൈമിന് 1 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഈ സൈ കാണും. അപ്പോൾ പി സ്ക്വയർ സൈ ആദ്യം കണ്ടു, ഈ സൈ രണ്ടാമത് കണ്ടു. പിന്നെ എന്താ ചെയ്തത്? നമ്മൾ ആ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ പറയും. E = K + V. K എന്നുള്ളത് പി സ്ക്വയർ ബൈ 2 എന്ന് എഴുതണം. K is പി സ്ക്വയർ ബൈ 2 കൈനറ്റിക് എനർജി. ആ ഇക്വേഷനെ 2 സൈഡിൽ നമ്മൾ സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ സൈഡ് വാല്യൂ പി സ്ക്വയർ സൈഡ് വാല്യൂ ഇക്വേഷൻ 2 and 3 അവയിൽ നിന്ന് എടുത്തു കൊടുക്കുക. അപ്പോൾ 1 ഡയമെൻഷണൽ TDSE കിട്ടും. 3 ഡയമെൻഷനാക്കാൻ ഡോ സ്ക്വയർ ബൈ ഡോ സ്ക്വയറിനെ നമ്മൾ ഡെൽ സ്ക്വയർ കൊണ്ട് മാറ്റിയാൽ മതി. സോ ദ TDSE ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് I h cut dou psi by dou t is equal to minus h cut square by 2 del square psi plus v psi. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ഇത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. എസ് എ ആയിട്ട് പ്രതീക്ഷ 2 പഠിച്ചാൽ ഇതും അടുത്ത എസ് എ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എസ് എ കിട്ടുകയാണ്. മുഴുവൻ മാർക്ക് കിട്ടുന്ന ഒരു രീതിയാണ് ഈ ഇക്വേഷൻ്റെ. നമ്മൾ ശരിക്കും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് പഠിക്കും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ആ ഷ്രോഡിഞ്ചർ ഇരിക്കുന്നുണ്ട്. ഷ്രോഡിഞ്ചർ SCHR ആ ഓരോ മുകളിൽ 2 കുത്തുണ്ടേ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അങ്ങനെയാണ് എഴുതാറുള്ളത്. അപ്പോൾ അതിപ്പോൾ കുത്ത് ആരും അത്ര നിർബന്ധിക്കാറില്ല. ശരിക്കുള്ള എഴുത്ത് SHR ഇങ്ങനെ ഓരോ മുകളിൽ 2 കുത്തിട്ടാണ് എഴുതുന്നത്. ഇനി 2 കുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ഇതിൻ്റെ ഈ ഫസ്റ്റ് ഡെറിവേഷൻ ഇപ്പം തന്നെ നിങ്ങളത് എഴുതി പഠിച്ചു കൊള്ളാം. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾ വിത്ത് അവർ 14th class on complementary physics. Thank you very much.